ഹലോ മക്കളെ, വെൽക്കം ടു 90+ ഇന്ത്യസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വെദർ ആൻഡ് ക്ലൈമറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് കുറച്ച് വെദർ എന്താണ്, അതിന്റെ ക്ലൈമറ്റ് എന്താണ്, അതിന്റെ ഡിഫറൻസ് എന്താണ്, അതിനെ ബാധിക്കുന്ന കുറച്ച് ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരുന്നു. അതിന് അതുപോലെ അതിനെ ബാധിക്കുന്ന കുറച്ച് ഘടകങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ അബൌട്ട് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഫാക്ടേഴ്സ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്താണ്, അതിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് നമ്മൾ പറയുമ്പോൾ അതിനൊരു ഫസ്റ്റ് ഒരു സെന്റൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വെയിറ്റ് ദാറ്റ് എയർ എക്സേർട്സ് ഓൺ ദ എർത്ത് സർഫേസ്. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ആ ഒരു വായുവിന്റെ ആ ഒരു ഘനത്തിനെ, ആ ഒരു വെയിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒറ്റ സെന്റൻസിലാണ് നമുക്ക് പറയാനുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ദ വെയിറ്റ് ദാറ്റ് എയർ എക്സേർട്സ് ഓൺ എർത്ത് സർഫേസ്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വായുവിന്റെ ആ ഒരു വെയിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒറ്റ സെന്റൻസുകൾ നിങ്ങൾ വേഗം നോട്ട് ചെയ്ത് വെച്ചോളൂ. ആൻഡ് സെക്കൻഡ് വൺ അതിന്റെ ഒരു ആവറേജ് വെയിറ്റ് എത്രയാ? 1034 മില്ലിഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. മറന്നു പോകരുത്, 1034 മില്ലിഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ആൻഡ് നമ്മൾ ഇതെങ്ങനെയാ അളക്കുന്നത്? ഇതിനൊരു ഉപകരണമുണ്ട്. ആ ഉപകരണത്തിന്റെ പേരെന്താ? മെർക്കുറി ബാരോമീറ്റർ. അത് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെർക്കുറി ബാരോമീറ്റർ. ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് മെഷർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ് കോൾഡ് മെർക്കുറി ബാരോമീറ്റർ. നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്നത് ഈ ഒരു മെർക്കുറി ബാരോമീറ്റർ വെച്ചിട്ടായിരിക്കും. അത് വെച്ചിട്ട് നോക്കുമ്പോൾ അതിന്റെ ആവറേജ് വെയിറ്റ് എത്രയാണ്? 1034 മില്ലിഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ആ ഒരു ആവറേജ് വെയിറ്റ്. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ആൻഡ് ഇനി ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ യൂണിറ്റ്സ് ലൈക്ക് മില്ലിബാർ ആൻഡ് ഹെക്ടോപാസ്കൽ. അത് എങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്? മില്ലിബാർ അത് നമ്മൾ MB എന്നാണ് പറയാ, ആൻഡ് ഹെക്ടോപാസ്കൽ XPA. ഈ രണ്ട് യൂണിറ്റുകളിലുമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവുക? രേഖപ്പെടുത്തുന്നുണ്ടാവുക. ഓക്കെ, ദ ലെവൽ ഓഫ് മെർക്കുറി അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ബി 76 സെന്റിമീറ്റർ. ആ ഒരു മെർക്കുറിയുടെ ആ ഒരു സാധാരണയുള്ള ആ ഒരു അന്തരീക്ഷത്തിന്റെ ആ ഒരു മർദ്ദത്തിന്റെ ഒരു ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെർക്കുറി ലെവൽ എങ്ങനെയായിരിക്കും? 76 സെന്റിമീറ്ററിലായിരിക്കും. ഓക്കെ, ആൻഡ് നമ്മൾ അടുത്ത പോയിന്റിലോട്ട് പോകുമ്പോൾ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ദാറ്റ് പോയിന്റ്, ആ ഒരു 76 സെന്റിമീറ്റർ ആ ഒരു പോയിന്റില് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയായിരിക്കും? 1013.2 MB മില്ലിബാർ, അല്ലെങ്കിൽ 1013.2 ഹെക്ടോപാസ്കൽ HPA. ഓക്കെ, അപ്പൊ നമ്മൾ 76 സെന്റിമീറ്ററിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയായിരിക്കും? 1013.2 MB അല്ലെങ്കിൽ 1013.2 HPA ആയിരിക്കും. ഓക്കെ, ഹെക്ടോപാസ്കൽ ഓർ മില്ലിബാർ. ഓക്കെ, മറന്നു പോയതുകൊണ്ട് ആ രണ്ട് യൂണിറ്റുകളിലാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, യെസ്. ആൻഡ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഘടകങ്ങളുണ്ട്. എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ആ ഒരു അഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ? ആദ്യത്തേതാണെന്ത്? ഓൾട്ടിറ്റ്യൂഡ്. ആദ്യത്തെ ഘടകമാണിത് ഓൾട്ടിറ്റ്യൂഡ്. ആൻഡ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഘടകമാണ് ടെമ്പറേച്ചർ, താപനില. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ ഘടകമാണെന്ത്? ഹ്യൂമിഡിറ്റി. ഇങ്ങനെ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് നമ്മൾ പഠിച്ചു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെ അളക്കാമെന്ന് പഠിച്ചു, അതിന്റെ ആവറേജ് വെയിറ്റ് എങ്ങനെയാണെന്ന് പഠിച്ചു, അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, എത്ര സെന്റിമീറ്ററിൽ എത്രയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പഠിച്ചു. ഇത് 5 മാർക്കിന്റെ അല്ലെങ്കിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. ആ പോയിന്റ്സുകൾ കൃത്യമായിട്ട് മനസ്സിലേക്ക് ഉൾക്കൊണ്ടുവെക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ കിട്ടുന്ന ബെൽറ്റ് ആണോ? അല്ല,
ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഇത് എപ്പോഴും റിപ്പീറ്റഡ്ലി നിങ്ങളുടെ കഴിഞ്ഞ സിലബസുകാർക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ 9th കുറച്ച് പോർഷൻസിലെ സിലബസ് മാറുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അധികം ചാപ്റ്ററുകളിൽ കണ്ടിരുന്ന ഒരു പോർഷൻ ആണ് ഈ ഒരു ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. അത് എന്താണ്, അതിന്റെ കുറച്ച് ഘടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പഠിക്കാൻ പോവാണ്. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ഈ ഒരു ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോ നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ചിലപ്പോ ചില ഏരിയകളിലെ ലാറ്റിറ്റ്യൂഡ് വരുമ്പോഴത്തേന് കുറച്ച് സ്ഥലങ്ങളിൽ കൂടുതലായിരിക്കും, കുറച്ച് സ്ഥലങ്ങളിൽ അതെന്താ കുറവായിരിക്കും അല്ലെ. അപ്പോ നമ്മുടെ ഇക്വേറ്റർ അങ്ങനെ ഓരോ പോളുകളൊക്കെ ആയിട്ട് നമ്മുടെ എർത്തിനെ നമ്മൾ തിരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓരോ ഏരിയകളിലേക്ക് പോകുമ്പോൾ ചിലയിടത്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടി വരും, ചിലയിടത്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ കുറഞ്ഞു വരും അല്ലെ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എർത്തിന്റെ ഉപരിതലത്തിൽ നമ്മൾ കുറെ ഭാഗങ്ങളായിട്ട്, ആ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, ബെൽറ്റുകൾ എന്ന് പറയാം. ഓക്കെ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളെയാണ്. അപ്പൊ ഇങ്ങനെ തിരിച്ചിരിക്കുന്ന ഭാഗങ്ങളെ നമ്മൾ എന്ത് പറയും, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. മറന്നു പോവോ? ഇല്ലല്ലോ. അപ്പോ ഓരോ സ്ഥലങ്ങളിലെ ഈ ഒരു ലാറ്റിറ്റ്യൂഡിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ചിലപ്പോ അവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുതലായിരിക്കാം, ചിലപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറവായിരിക്കും. ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ ഓരോരോ ഏരിയകളായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ആ ഏരിയകളാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അന്തരീക്ഷത്തിലെ ആ ഒരു പ്രഷർ, ആ ഒരു മർദ്ദം കൂടുകയോ കുറയുകയോ ചെയ്യാം. ലാറ്റിറ്റ്യൂഡിന്റെ വ്യത്യാസം വരുന്നതനുസരിച്ച് ഇത് കൂടുകയോ, സർട്ടൻ ലാറ്റിറ്റ്യൂഡിൽ ഓരോരോ സ്ഥലത്ത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ ഭൂമിയെ കുറെ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ബെൽറ്റുകളായിട്ടാണ് നമ്മൾ പ്രഷർ ബെൽറ്റുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഈ പ്രഷർ ബെൽറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇനി ഓരോ ബെൽറ്റുകളിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഓരോ ബെൽറ്റുകൾ എങ്ങനെയാണ് ഈ ബെൽറ്റുകൾ വരുന്നത്? പ്രധാനമായിട്ട് നമുക്ക് 4 ബെൽറ്റുകളാണ്. അതായത് നമ്മുടെ നടുക്കത്തെ ആ ഒരു പോർഷൻ ആട്ടോ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കേട്ടോ. അതാണ് പ്രധാനമായിട്ട് നമ്മൾ ഇത്രയെങ്കിലും ഓർത്ത് വെക്കുക കേട്ടോ. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇതെല്ലാം കൂടെ ഈ ഒരു ഭൂമിയിലോട്ട് വരാൻ പോവാം. എങ്ങനെയായിരിക്കും അത് നിങ്ങൾ കണ്ടോളൂ. ഇങ്ങനെയാണ്. എന്താണ് ഏറ്റവും ടോപ്പിൽ നമ്മുടെ പോളാർ ആണ് അല്ലെ, പോൾസ് ആണ്. 2 പോൾസ് കീഴെയും മുകളിലും ആയിട്ട് 2 പോളുകളാണ് നമുക്കുള്ളത്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, അത് കഴിഞ്ഞിട്ട് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് വന്നു, പിന്നെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് വന്നു. നടുവിലാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടും സെയിം സാധനങ്ങൾ തന്നെ, ഇവിടുന്ന് താഴത്തോട്ടും സെയിം സാധനങ്ങൾ തന്നെ. അപ്പൊ പഠിക്കാൻ വളരെ ഈസി ആയല്ലോ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് പഠിക്കുക, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് പഠിക്കുക, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് പഠിക്കുക, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് പഠിക്കുക. അപ്പൊ ഓരോ ബെൽറ്റുകളിലും പ്രഷറിന്റെ അളവ് ചിലപ്പോൾ കൂടുന്നുണ്ടാവാം, പ്രഷറിന്റെ അളവ് ആ ഒരു വാല്യൂ ചിലപ്പോൾ കുറയുന്നും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈസി ആയിട്ട് ഒരു 4 പഠിച്ചു നോക്കുക. ഇങ്ങോട്ട് 4 അങ്ങോട്ട് 4. ഓക്കെ, അപ്പം അത് വളരെ എളുപ്പമായല്ലോ. നല്ലൊരു ട്രിക്ക് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. യെസ്, അപ്പൊ പ്രധാനമായിട്ട് ഏതൊക്കെയാ? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും. മറന്നു പോരുവോ? ഇല്ല, ഇനി മറന്നു പോകത്തില്ല. യെസ്, ആദ്യത്താണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അവിടുത്തെ ആ ഒരു ഡിഗ്രി എത്രയാണ്? നമ്മൾ പറഞ്ഞ പോലെ ഇക്വേറ്ററിൽ 0 ഡിഗ്രിയാണ് അല്ലെ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റില് എപ്പോഴും 0 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അത് നമ്മുടെ ഭൂമിയുടെ നടുഭാഗത്തായിരിക്കും ഉണ്ടാവുക. കേട്ടല്ലോ? യെസ്, ഇനി നമുക്ക് അതിന്റെ കുറച്ച് പ്രത്യേകതകളും കൂടെ നോക്കാം. എന്തൊക്കെയാ? ഇൻ ഇക്വറ്റോറിയൽ റീജിയൻ സൺറൈസ് ഫാൾ വെർട്ടിക്കലി ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവൻ വെർട്ടിക്കൽ ആയിട്ട് നമ്മുടെ സൺറൈസ് എവിടെ ഫാൾ ചെയ്യും? ഇക്വറ്റോറിയൽ റീജിയൻസിൽ ഫാൾ ചെയ്യുന്നുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ടെമ്പറേച്ചർ വിൽ ബി ഹൈ ഇൻ ദിസ് സോൺ. ഓൾ ത്രൂ ഔട്ട് ദ ഇയറിൽ നമുക്ക് ആ ഒരു ഏരിയയിലെ ടെമ്പറേച്ചർ, താപനില വളരെ വളരെ എന്തായിരിക്കും? കൂടുതലായിരിക്കും കേട്ടോ. And the air expands due to sun's heat and rise upon a massive scale. അവിടുത്തെ ആ ഒരു വായുവിന്റെ അളവ്, ഈ സൂര്യന്റെ ആ ഒരു താപനില, ആ ഒരു ചൂട് കാരണം അവിടുത്തെ ആ വായുവിന്റെ അളവ് എക്സ്പാൻഡ് ചെയ്യുക, അതൊരു വലിയ അളവിൽ ഇത് കൂടുവാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയാം. ഓക്കെ, അത്രയാണത് നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പൊ സൂര്യരശ്മികള് ഡയറക്റ്റ് ആയിട്ട് ത്രൂ ഔട്ട് ദി ഇയറിൽ ഫുള്ളി ഫോളോ ഓൺ ചെയ്യുന്നുണ്ടാവും അവിടെ. അതുപോലെ തന്നെ അവിടെ ഒരു മിനിമം ടെമ്പറേച്ചറിലും കൂടുതലായിട്ട് ഹൈ ആയിട്ടുള്ള ഒരു സോൺ ആയിരിക്കും ഈ ഒരു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് മറന്നു പോരുത് കേട്ടോ.
And this is the reason for the low pressure experience throughout this zone. എന്താ ഈ ഒരു ഏരിയയിൽ ലോ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് കേട്ടോ, മറന്നു പോകരുത്. ആൻഡ് the equatorial low pressure belt is situated between 5 degree north and south latitude. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 5 degree north and south latitudeലാണ് നമ്മുടെ എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. And this belt is also known as doldrum. ഇത് ഈ ഒരു ബെൽറ്റിന് വേറൊരു പേരും കൂടെ ഉണ്ട്, എന്താ? ഡോൾഡ്രം എന്നും കൂടെയാണ് ഈ ഒരു ബെൽറ്റ് അറിയപ്പെടുന്നത്. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the zone with no winds, കാറ്റില്ലാത്ത സ്ഥലം കേട്ടോ. അപ്പൊ എന്താ, ആ ഒരു പ്രദേശത്ത് കാറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതൊരു ഡോൾ ഡ്രം എന്ന് പറഞ്ഞ ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് സോൺ വിത്ത് നോ വിൻഡ്സ്, കാറ്റില്ലാത്ത ഒരു ഏരിയ കേട്ടോ. ആൻഡ് ദിസ് റീജിയൻ വാസ് എ നൈറ്റ്മെയർ ഫോർ ദ ഏൻഷ്യന്റ് മറൈനേഴ്സ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പണ്ടത്തെ നാവികർക്കൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു, അല്ലെങ്കിൽ ഒരു ദുസ്വപ്നമായിരുന്നു എന്നൊക്കെയാണ് പറയാം കേട്ടോ. യെസ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. രണ്ടാമത്താണ് നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഈ ഒരു ഏരിയയിൽ നോക്കിക്കേ 30 ഡിഗ്രിയാണ്. എത്രയാ? 30 ഡിഗ്രിയാണ് ഇതിന്റെ വരുന്നത് കേട്ടോ. അപ്പൊ അത് രണ്ട്, ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു? നടുവിൽ നമ്മൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് പഠിച്ചു. അതിന് അപ്പുറമായിട്ട് എന്ത് വരും? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റുകൾ അപ്പുറമായിട്ട് വരും കേട്ടോ. അപ്പൊ അതിന് 30 ഡിഗ്രി ആണെന്നുള്ളത് മറന്നു പോകരുത്. ആൻഡ് ഇനി ഇതിന്റെ പ്രത്യേകതകൾ നോക്കുവാണെങ്കിൽ എന്താ? The hot air ascending from the equatorial low pressure belt cools gradually and subsides at the subtropical zone due to the rotation of the earth. ഈ ഭൂമി കറങ്ങുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. there is a rotation അല്ലെ? അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ എന്താ അവിടെ നിന്നുള്ള ആ ഒരു ഹോട്ട് എയർ നമ്മുടെ ഈ ഒരു ബെൽറ്റ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ആവുകയും അത് ഗ്രാജുവലി ഭയങ്കര എന്താ കൂളായി വരാനുള്ള ചാൻസസ് ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേനും ഉണ്ട് കേട്ടോ. ആൻഡ് the reason for the occurrence of high pressure all along this zone. ഈ ഒരു സോണില് എന്താ ഹൈ പ്രഷർ അനുഭവപ്പെടാനുള്ള സാധ്യതകൾ എന്താ ഉള്ളത് ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം ഇവിടുത്തെ ഹോട്ട് എയർ അങ്ങോട്ട് പോയി അവിടെ എന്താ അവിടെ എത്തുമ്പോഴത്തേനും ഈ ഹോട്ട് എയർ കൂൾ ആവുകയും അത് എന്താ അവിടെ കുറച്ച് പ്രഷർ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് എങ്ങനെ ആയിട്ട് മാറും? അത് ഹൈ പ്രഷർ ആയിട്ട് കൂടാനുള്ള ചാൻസസ് പറയുന്നതിന്റെ മെയിൻ കാരണം ഇതാണ് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ. ആൻഡ് മൂന്നാമത്താണ് എന്ത്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. മൂന്നാമത്താണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. അത് നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് സൈഡിലും എങ്ങനെ 30 എന്ന് പറഞ്ഞ് വന്നു അല്ലെ? അപ്പോ നമ്മൾ എന്ത് പഠിച്ചു? 3 പഠിച്ചു. അപ്പൊ ഇനി നാലാമത്താണ് എന്ത്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. നമ്മുടെ എന്താ പോളാറിന് തൊട്ട് താഴത്തുള്ളതാണ് എന്ത്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. അപ്പൊ ഇവിടത്തെ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ, ഇതൊരു ലോ പ്രഷർ ബെൽറ്റ് ഉള്ള ഒരു ഏരിയ ആണ് അല്ലെ? ലോ പ്രഷർ ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഏരിയ. അവിടുത്തെ എത്രയാ? 60 ഡിഗ്രി, 60 ഡിഗ്രി ആണ് കേട്ടോ, മറന്നു പോകരുത്. 60 ഡിഗ്രി ആണ്. ആൻഡ് ഇനി ലാസ്റ്റ് വൺ ആണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. നമുക്ക് നമ്മുടെ രണ്ട് പോളുകളാണ് കേട്ടോ. നോർത്ത് പോളില് 90 ഡിഗ്രി നോർത്ത് ആൻഡ് 90 ഡിഗ്രി സൗത്ത്. നോർത്ത് പോളും സൗത്ത് പോളും ആണ് നമുക്കുള്ളത്. അവിടെ എന്താ? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആണ് അവിടെ ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു പോകാനുള്ളത്. ആൻഡ് നിങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങളോട് ഇതിനകത്ത് ഓർക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റുകളുടെ പ്രത്യേകതകളും കൂടെ ഓർത്തിരിക്കണം. അത് രണ്ട് പോളാർ ഇതാണ്, അത് 90 ഡിഗ്രി ആണ്. നമ്മുടെ സൗത്ത് പോളിലും നോർത്ത് പോളിലാണ് വരുന്നത് എന്നുള്ള കാര്യം മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ സോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ കുഞ്ഞിക്കാലം തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അതായത് നമ്മുടെ രണ്ട് പോളുകളിലും സിവിയർ കോളിന് അനുഭവപ്പെടുന്ന ഏരിയകളാണ് അല്ലെ? ദിസ് സോൺ എക്സ്പീരിയൻസസ് സിവിയർ കോൾ ത്രൂ ഔട്ട് ദി ഇയർ. ഈ ഒരു ഹോൾ ഇയറിൽ എന്താ നല്ല തണുപ്പായിരിക്കും അവിടെ എന്താ അനുഭവപ്പെടുന്നുണ്ടാവുക കേട്ടോ. And as a result, the air remains chilled under the extreme cold and experience high pressure. അവിടെ എന്താ ഹൈ പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുന്നുണ്ടാവുക. എയറിന്റെ ആ ഒരു എന്താ എയർ നല്ല ചില്ല് ആൻഡ് കോൾഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അനുഭവപ്പെടുന്ന ആ ഒരു ഏരിയയിൽ അനുഭവപ്പെടുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ പ്രഷർ ബെൽറ്റുകളുടെ കേസിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക. ആൻഡ് അതുപോലെ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണ്? The variations in the amount of solar energy received and the rotation of earth contribute to the formation of different pressure belt. എന്താ ഈ ഡിഫറെന്റ് പ്രഷർ ബെൽറ്റുകൾക്ക് കാരണമാകുന്ന നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷൻ കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് നമ്മുടെ സൂര്യനിൽ നിന്ന് സോളാർ എനർജി കാര്യങ്ങളെല്ലാം റിസീവ് ചെയ്യുന്നത് കൊണ്ടുമാണ്. ഓക്കെ. ഈ വേരിയേഷൻസ് ഓരോ ഏരിയകളിൽ എന്താ പ്രഷർ ബെൽറ്റുകൾക്ക് വേരിയേഷൻസ് വരാനുള്ള കാരണവും ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് അതുപോലെ ബാക്കി എന്താ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആൻഡ് അതുപോലെ
എന്താ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. അതുവരെയും ടാറ്റ ബൈ 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 ബൈ.